100 കോടി കളക്ട് ചെയ്യുന്നതാണോ 100 ദിവസം ഓടുന്നതാണോ വലിയ വിജയം? മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു സിനിമയുടെ വിജയം പറയുന്നത് അതിൻ്റെ കളക്ഷൻ വെച്ചിട്ടാണ്. ഹിന്ദി സിനിമയിലൊക്കെ കുറേ മുമ്പ് തൊട്ടേ ആ ഒരു ട്രെൻഡിലേക്ക് മാറി. അവിടെ ദിവസങ്ങൾക്ക് പകരം എത്ര കോടി കളക്ട് ചെയ്തു എന്നത് വെച്ച് വിജയം പറയുന്ന ഒരു ട്രെൻഡ് വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു രീതി തന്നെയാണ് വരുന്നത്. ഇവിടെ ഇനി ഇത്രയും വൈഡ് റിലീസ് വരുന്നതുകൊണ്ട് തന്നെ 100 ദിവസം ഓടുന്ന സിനിമയൊന്നും ഇനി സംഭവിക്കാനും സാധ്യതയില്ല. അപ്പോൾ വരുന്ന ഒരു ഡിബേറ്റ് ഇതാണ്, പണ്ട് 100 ദിവസം ഓടുക എന്ന് പറയുന്ന ഒരു കാര്യവും ഇപ്പോഴത്തെ ഒരു 100 കോടി കളക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പണ്ടത്തെ 100 ദിവസം ഓടുക എന്നുള്ളതാണ് വലിയ അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ 100 കോടി കളക്ട് ചെയ്യുന്നത് അത്ര വലിയൊരു അച്ചീവ്മെൻ്റ് അല്ല. അതിനായിട്ട് കാരണം പറയുന്നത് ഇപ്പോഴത്തെ ടിക്കറ്റിൻ്റെ നിരക്ക് വളരെ കൂടുതലാണ് പണ്ടത്തെ ടിക്കറ്റ് നിരക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മറ്റൊരു കാര്യം, ഇപ്പോൾ മലയാള സിനിമ GCC കൺട്രീസിലൊക്കെ പോയി റിലീസാവുന്നുണ്ട്, മറ്റു വിദേശ രാജ്യത്തും റിലീസാവുന്നുണ്ട്. അവിടെയൊക്കെ ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ കുറച്ച് പേര് കണ്ടാലും കൂടുതൽ കളക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറവ് ആളുകൾ കാണുന്ന സിനിമയ്ക്ക് തന്നെ കൂടുതൽ ഒരു കളക്ഷൻ എമൗണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റും. പക്ഷേ പണ്ട് അങ്ങനെയല്ല. ഈ 100 ദിവസവും തിയേറ്ററിൽ ആൾ വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടാലേ ആ ഒരു സിനിമ ആ തിയേറ്ററിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോടികളുടെ കളക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പണ്ടത്തെ 100 ദിവസം ഓടുന്നതാണ് വലിയ വിജയം എന്നൊരു നെറേറ്റീവ് പലരും പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. നമുക്കൊരു 30 കൊല്ലം മുമ്പത്തെ 100 ദിവസം ഓടിയ ഒരു സിനിമയുടെ കാര്യം എടുത്ത് നോക്കാം. പണ്ടത്തെ മലയാളിയുടെ പ്രധാന വിനോദോപാധി എന്ന് പറയുന്നത് നാടകങ്ങളായിരുന്നു. പിന്നീട് അത് സിനിമയിലേക്ക് വഴിമാറി. അപ്പോൾ നാടകം കാണാൻ പോകുമ്പോൾ നമുക്ക് നാടകത്തിൽ അഭിനയിക്കുന്നവരെയൊക്കെ സ്റ്റേജിൽ നേരിട്ട് കാണാം. പക്ഷെ ഒരു സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവരെ നമുക്ക് ആ തിയേറ്ററിലെ സ്ക്രീനിലേ കാണുള്ളൂ. ഇവരെ നേരിട്ട് കാണാൻ വേറെ ഓപ്ഷൻസ് ഇല്ല. ഇപ്പോഴത്തെ പോലെ ഇൻ്റർവ്യൂസിലൂടെയോ പൊതുപരിപാടികൾക്ക് പോയാലോ ഒന്നും നമുക്ക് ഈ താരങ്ങളെ കാണാൻ പറ്റില്ല. അപ്പോൾ താരങ്ങളെ കാണുന്ന ഒരേ ഒരു ഓപ്ഷൻ സിനിമയായിരുന്നു. അതേപോലെ തന്നെ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ ആ ഒരു പാട്ട് റേഡിയോയിൽ വരണമായിരുന്നു. അല്ലാതെ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാനുള്ള വകുപ്പില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലും റേഡിയോ ഉണ്ടാവില്ല. ഈ റേഡിയോ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ വായനശാലയിലോ അല്ലെങ്കിൽ നാട്ടിലെ ചായക്കടയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് വേണം നമ്മൾ പാട്ട് കേൾക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് റേഡിയോയും കാര്യങ്ങളൊക്കെ വീടുകളിലേക്ക് എത്തി. ടേപ്പ് റെക്കോർഡുകൾ വന്നു. അപ്പോൾ കാസറ്റുകൾ വന്നു. ഈ കാസറ്റ് വെച്ച് നമുക്ക് പാട്ട് കേൾക്കാനായി. പിന്നെ TV വന്നു. പക്ഷേ TV എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വന്നപ്പോഴും പ്രധാന എൻ്റർടൈൻമെൻറ്റ് സോഴ്സ് അപ്പോഴും സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ആളുകൾ ഒരു വിനോദോപാധി എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ചെയ്തിരുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു. അവർക്ക് ബാക്കി ഓപ്ഷനുകൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് 85 തൊട്ട് 95 വരെ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഏജ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് മികച്ച ഒരു കലാമൂല്യമുള്ള സിനിമകൾക്ക് നല്ല തിയേറ്റർ വിജയം കിട്ടിയിരുന്നു. നമുക്ക് നാഷണൽ ലെവലിൽ അവാർഡുകളും കിട്ടിയിരുന്നു. ആ സിനിമകൾ നല്ല രീതിയിൽ കളക്റ്റും ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല നല്ല സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നു. മികച്ച തിരക്കഥാർത്ഥികളും സംവിധായകരും അഭിനേതാക്കളും ഒക്കെ കൂടി ഇഷ്ടം പോലെ നല്ല സിനിമകൾ ഇറക്കി. ഇത് കാണാനും ആൾക്കാരുണ്ടായിരുന്നു. സോ ആ സമയത്ത് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ക്വാളിറ്റിയുള്ള സിനിമകൾ മലയാളത്തിൽ കിട്ടാനും ഉണ്ടായിരുന്നു. അതേപോലെ മികച്ച സിനിമകൾ ഒരുമിച്ച് റിലീസായതുകൊണ്ട് ചില സിനിമകൾ ആവശ്യത്തിന് ശ്രദ്ധിക്കപ്പെടാതെയും പോയിട്ടുണ്ട്. ഇപ്പോൾ പിൻഗാമി എന്ന് പറയുന്ന സിനിമ നമ്മളിപ്പോൾ നല്ല രീതിയിൽ അഭിപ്രായം പറയുന്ന ഒരു സിനിമയാണ്. പക്ഷേ റിലീസായ സമയത്ത് അത് വലിയൊരു വിജയമായിരുന്നില്ല. അതിന് കാരണം തേന്മാവിൻ കൊമ്പത്തും പിൻഗാമിയുമാണ് ഒരുമിച്ച് റിലീസായത്. തേന്മാവിൻ കൊമ്പത്ത് പോലെ ഇത്രയും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു സിനിമ ഗംഭീര വിജയമായപ്പോൾ കൂടെ ഇറങ്ങിയ പിൻഗാമിക്ക് അത്രയും വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. അതുപോലെ ഒരുപാട് സിനിമകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് സിനിമകളുണ്ട്, കൂടുതലുണ്ട്. അതിൽ തന്നെ പലതിനും വിജയിക്കാൻ പറ്റാതിരുന്ന ഈ കോമ്പറ്റീഷൻ്റെ പുറത്തായിരുന്നു. അല്ലാതെ വേറെ എൻ്റർടൈൻമെൻറ്റ് സോഴ്സുകൾ തേടി ആളുകൾ പോയതുകൊണ്ടല്ല. ആളുകൾ സിനിമ കാണാൻ തന്നെയാണ് വന്നിരുന്നത്. അവരതിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റേതിൻ്റെ ഒരു കളക്ഷൻ ഇത്തിരി കുറയും. ആ രീതിയിലാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ സിനിമയെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് TV വന്നു. TV സീരിയലുകൾ വന്നു. അപ്പോൾ TV ആദ്യം വന്നപ്പോഴും അവിടെ വലിയ അപകടങ്ങളില്ല. കാരണം ആളുകൾ അപ്പോഴും സിനിമയെ തന്നെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആശ്രയിച്ചിരുന്നത്. പക്ഷേ സീരിയലുകൾ ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വരുന്ന സീരിയൽ ആദ്യം വന്നു. പിന്നെ മെഗാ സീരിയലുകൾ തുടങ്ങിയതോടെ ആളുകൾക്ക് വീട്ടിലിരുന്നാലും അവർക്ക് വേണ്ട ഡ്രാമ വീട്ടിൽ തന്നെ കിട്ടുന്നു എന്നൊരവസ്ഥ വന്നു. അപ്പോൾ അത് സിനിമയ്ക്കൊരു കോമ്പറ്റീഷനായി മാറി. അതിനുശേഷം ഇൻ്റർനെറ്റ് കുറച്ചുകൂടി വ്യാപിച്ചു. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും വന്നു. അപ്പോൾ ലോക സിനിമകൾ ഒരുപാട് കാണാം എന്നുള്ളൊരു സോഴ്സ് മലയാളിക്ക് വന്നു. അപ്പോൾ പിന്നെ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണമെന്നില്ല. അവന് ചിലപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സിനിമ വീട്ടിലിരുന്ന് കാണാം എന്നൊരവസ്ഥ വന്നു. അതിനുശേഷം സ്മാർട്ട് ഫോൺ വന്നു. സ്മാർട്ട് ഫോൺ വന്നതോടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സിനിമ തന്നെ വേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തി. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീലുകളായി തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നതായി. സോ ഇന്ന് സിനിമ മത്സരിക്കുന്നത് മറ്റ് സിനിമകളോടല്ല, മറ്റ് എൻ്റർടൈൻമെൻറ്റ് സോഴ്സുകളോടാണ്.
ഇപ്പോൾ ആളുകൾ വീട്ടിലിരുന്ന് തന്നെ അല്ലെങ്കിൽ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോൾ വേണമെങ്കിലും കയ്യിലുള്ള ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവന് വേണ്ട എൻ്റർടൈൻമെൻറ്റ് അവിടെ കിട്ടുകയാണ്. ഇനി സിനിമ തന്നെ കാണണം എന്നുള്ളവർക്ക് ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ സിനിമയുണ്ട്. ലോകത്തിറങ്ങുന്ന സകല സിനിമയും നമുക്കിവിടെ സ്വന്തം മൊബൈലിൽ ഇരുന്ന് കാണാം. അപ്പോൾ ലോക സിനിമയുമായിട്ടും ഇതുപോലെ റീലുകൾ അല്ലെങ്കിൽ വീഡിയോസ് എന്ന് പറയുന്ന മറ്റ് ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റുമായിട്ടും TV-യിൽ വരുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുമായിട്ടും എല്ലാം കോമ്പീറ്റ് ചെയ്തിട്ടാണ് ഇന്നൊരു സിനിമ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവന്നിട്ട് വിജയിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. സോ പണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എന്ന് പറയുന്ന ഒരു ശീലമുണ്ടായിരുന്ന ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു മലയാള സിനിമയ്ക്ക് തിയേറ്ററിൽ റിലീസായിട്ട് 100 ദിവസം ഓടുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് വീട്ടിലിരിക്കുന്ന എല്ലാവരെയും കയ്യിൽ തന്നെ എൻ്റർടൈൻമെൻറ്റിനുള്ള സോഴ്സുകളുള്ളപ്പോൾ ഒരു സിനിമ റിലീസായി തിയേറ്ററിൽ നിന്ന് നല്ല രീതിയിൽ കളക്ട് ചെയ്ത് കോടികൾ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ 100 ദിവസം ഓടിയ ഒരു സിനിമയെക്കാളും ഇന്നത്തെ ഒരു 100 കോടി കളക്ട് ചെയ്യുന്ന സിനിമ തന്നെയാണ് മികച്ച വാണിജ്യ വിജയം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.